യേശുവിനെ പ്രതി സ്വയം അടിമകളായി വിൽക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം സ്വാതന്ത്ര്യം വിറ്റ് ചങ്ങലകളെ സ്വയം ഏറ്റെടുത്ത് ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര പോയ രണ്ട് യുവാക്കൾ. ഇതൊരു കഥയല്ല, ക്രിസ്തുവിനോടുള്ള ഭ്രാന്തമായ സ്നേഹം കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച രണ്ട് യുവാക്കളുടെ യഥാർത്ഥ ജീവിതമാണ്. ആധുനിക സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ എരിവ് എന്താണെന്ന് അറിയണ്ടേ? ആ പാവം രണ്ട് യുവാക്കൾക്ക് പണമില്ലായിരുന്നു, വലിയ അറിവുമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ ഗ്രാമം മാത്രം. പക്ഷേ ആ ഗ്രാമത്തിൽ നിന്ന് കത്തിപ്പടർന്ന തീപ്പൊരി ലോകം മുഴുവനും പടർന്നു പിടിച്ചു. ജോൺ വെസ്ലിയെയും വില്യം കാരിയെയും പോലെയുള്ള പ്രഗത്ഭരെ പോലും മുട്ടുകുത്തിച്ച ആ രഹസ്യം എന്തായിരുന്നു? 100 വർഷം നീണ്ടുനിന്ന ആ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തി എന്തായിരുന്നു? മൊറാവിയൻ സഹോദരങ്ങളുടെ രോമാഞ്ചമണിയിക്കുന്ന ചരിത്രത്തിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ലോകത്തിന്റെ ഗതി മാറ്റിയ പല വിപ്ലവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തോക്കുകളോ വാളുകളോ ഇല്ലാതെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഒരു ചെറിയ കൂട്ടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ സ്വന്തം സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ക്രിസ്തുവിനായി സ്വയം അടിമകളായി വിറ്റു. നിർത്താതെ 100 വർഷം പ്രാർത്ഥിച്ചു. അതെ, ആധുനിക മിഷൻ പ്രവർത്തനങ്ങളുടെ പിതാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്ന മൊറാവിയൻ സഹോദരങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും തുടങ്ങിയ ആ തീപ്പൊരി എങ്ങനെയാണ് ലോകം മുഴുവനും പടർന്നു പിടിച്ചത്? എന്തായിരുന്നു അവരുടെ ശക്തി? 1720 കാലഘട്ടങ്ങളിൽ ജർമ്മനിയിലാണ് ഈ കഥ തുടങ്ങുന്നത്. മതപീഡനം ഭയന്ന് പലയിടങ്ങളിൽ നിന്നും ഓടി വന്ന അഭയാർത്ഥികൾക്ക് കൗണ്ട് സിൻസെൻഡോർഫ് എന്ന ദൈവഭക്തൻ അവിടെ അഭയം നൽകി. ആദ്യം അവിടെ വലിയ ഭിന്നതകളും തർക്കങ്ങളുമായിരുന്നു. എന്നാൽ ദേവദാസൻ അവർക്ക് വചനം ഉപദേശിച്ചു കൊടുക്കുകയും സ്നേഹത്തിൽ ഒന്നാകുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. 1727 ഓഗസ്റ്റ് 13 ആ ദിവസം ചരിത്രം കുറിച്ചു. അവർ ഒരുമിച്ച് തിരുവത്താഴം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി അവിടെ ഇറങ്ങി. അപ്പോസ്തല പ്രവർത്തികളിൽ നാം വായിക്കുന്നത് പോലെ അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. തമ്മിൽ തല്ലി നിന്നവർ കണ്ണുനീരോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ആ സമൂഹം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു സൈന്യമായി മാറി. ആ ഉണർവ് അവിടെ അവസാനിച്ചില്ല. ലേവ്യ പുസ്തകം 6:13 ദൈവം പറയുന്നു, യാഗപീഠത്തിന്മേൽ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തു. നമുക്കിടയിൽ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങരുത്. 24 പുരുഷന്മാരും 24 സ്ത്രീകളും ഓരോ മണിക്കൂർ വീതം മാറി മാറി പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. ഒരു ദിവസം, 2 ദിവസം, അല്ലെങ്കിൽ 1 വർഷം. എത്ര നാളായിരിക്കും അവർ അത് തുടർന്നത്? പ്രിയപ്പെട്ടവരെ, അത്ഭുതപ്പെടരുത്. ആ പ്രാർത്ഥന തുടർച്ചയായി 100 വർഷം നീണ്ടു നിന്നു. അതെ, 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും 100 വർഷക്കാലം ആ സ്ഥലത്ത് നിന്നും പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർന്നു. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് ലോകം മുഴുവനും മിഷണറിമാരെ അയക്കുവാൻ അവർ കരുത്തരായത്. അവരുടെ സമർപ്പണം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല. വെസ്റ്റ് ഇൻഡീസിലെ അടിമകളോട് സുവിശേഷം പറയുവാൻ അക്കാലത്ത് ആരും തയ്യാറായിരുന്നില്ല. കാരണം അടിമകൾക്ക് അടിമകളോട് മാത്രമേ സംസാരിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മൊറാവിയൻ യുവാക്കളായ 2 പേർ ഒരു കടുപ്പമേറിയ തീരുമാനമെടുത്തു. ഞങ്ങളെ അടിമകളായി വിൽക്കുക, എന്നാലും ഞങ്ങൾ ആ ദ്വീപിൽ പോയി ക്രിസ്തുവിനെ പ്രസംഗിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. കുടുംബവും നാടും ഉപേക്ഷിച്ച് കപ്പൽ കയറുമ്പോൾ കരയിൽ നിന്നവരോട് അവർ വിളിച്ചു പറഞ്ഞു, അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്റെ കഷ്ടപ്പാടിന്റെ പ്രതിഫലം ലഭിക്കട്ടെ. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. യേശുവിന്റെ ത്യാഗത്തിന് പകരമായി ആത്മാക്കളെ നേടുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നില്ല. ഈ മൊറാവിയൻ സഹോദരങ്ങളുടെ വിശ്വാസമാണ് പിന്നീട് മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലിയെ പോലും രൂപാന്തരപ്പെടുത്തിയത്. കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടായപ്പോൾ മരണത്തെ ഭയക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന മൊറാവിയൻ മക്കളെ കണ്ട് വെസ്ലി അത്ഭുതപ്പെട്ടു. എനിക്കില്ലാത്ത എന്തോ ഒന്ന് ഇവർക്കുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വില്യം കാരി ഉൾപ്പെടെയുള്ള ആധുനിക മിഷണറിമാർക്ക് പ്രചോദനമായത് ഈ ചെറിയ സമൂഹത്തിന്റെ വലിയ വിശ്വാസമായിരുന്നു. റോമർ 12:1 പൗലോസ് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ളതും വിശുദ്ധവും ദൈവത്തിന് പ്രസാദമുള്ളതുമായ യാഗമായി അർപ്പിപ്പീൻ. മൊറാവിയൻ സഹോദരങ്ങൾ ചെയ്തത് ഇതായിരുന്നു. പ്രിയരെ, 100 വർഷം പ്രാർത്ഥിച്ച ആ തീക്ഷ്ണത ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉണ്ടോ?
അറുക്കപ്പെട്ട കുഞ്ഞാടിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവരുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ലോകത്തെ മാറ്റുവാൻ വലിയ ആൾക്കൂട്ടം വേണ്ട. ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം മതി. ആ കൂട്ടമായി നമുക്കും തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു കർത്താവിന്റെ ജീവന്റെ മറുവിലയായി നമുക്കും ഈ ഭൂമിയിൽ പലതും ചെയ്യുവാൻ ഇനിയും ബാക്കി നിൽക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അത്ഭുതകരമായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.